വീട്ടിൽ 10 രൂപേൻ്റെ മാഗിയും അതുപോലെ ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊരു 3 വിസിലിന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനും ഓരോ വേവാണല്ലോ, അപ്പോൾ നിങ്ങളുടെ ഏതാ കുക്കറിൽ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ചിലവർക്ക് 2 ചിലവർക്ക് 3 വേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ട്, ഞാൻ 12 രൂപേൻ്റെ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ മസാല കളയരുത് കേട്ടോ, മസാല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നല്ലേ നമ്മൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, അല്ലാണ്ട് ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ പൊടിയൂല കേട്ടോ. അതാണ് ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതാ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചിക്കൊന്നുമില്ല, ചെറിയ ചെറിയ തരിതരിപ്പുണ്ട്. അപ്പോൾ നല്ലോണം പൊടിയണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല പൗഡർ ആവണമെന്നൊന്നുമില്ല. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. എൻ്റെ കുക്കറിലൊരു 3 വിസിലിനാട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വിസിലൊക്കെ നല്ലപോലെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ വെള്ളം നല്ലപോലെ ഊറ്റിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ആദ്യം തന്നെ അതിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിയാണ്. വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, നല്ല വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല പോലെ വെന്ത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുഴച്ചെടുക്കുന്ന ബൗളിലേക്ക് തന്നെ ആണെങ്കിൽ കുറേ പാത്രം ഒന്നും നിരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ചൂടോടെ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ തന്നെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിത് വെക്കുന്നതിനനുസരിച്ച് പിന്നെയും ഇങ്ങനെ കട്ടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മളിത് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് ഉടയാണ്ട് പീസായിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിക്ക് കിട്ടൂല കേട്ടോ. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടൂല, അതുകൊണ്ട് നല്ല പോലെ ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ആ ഒരു മാഗി പൊടിച്ച് വെച്ചില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. മാഗിക്ക് ഉപ്പുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തതുമാണ്. അതുകൊണ്ട് ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മസാലപ്പൊടിയായിട്ട് നമ്മൾ ഈ ഒരു മാഗിൻ്റെ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാൻ. എനിക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ മാവ് നല്ലപോലെ കൈവച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക, എന്നിട്ട് പരത്തിയെടുക്കുക. ഇത് വലിയ പണിയൊന്നുമില്ല, കാണുമ്പോൾ വിചാരിക്കും കുറച്ച് പണിയുള്ള ഒരു സ്നാക്സാണ്, പക്ഷെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ വൈകുന്നേരമൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. വലിയ നല്ല നേർങ്ങനൊന്നും വേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് എന്താ ചെയ്യുക, ഷേപ്പില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് വേണമെങ്കിൽ കളയാം. നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയണ്ട, പിന്നെ അടുത്തതിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇനി റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലാക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നടുക്ക് വരട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ പീസാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം. അതേപോലെ ഷേപ്പാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ.
ഇങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഒട്ടിപ്പിടിക്കുന്നൊന്നും വിചാരിക്കേണ്ട, വലിയ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അത് ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിട്ട് കൊടുക്കാം. ഇവിടെയാണ് ഒരു സംഭവം ഉണ്ടായത്. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴേ നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമാണ് ഉണ്ടായത്. ഇതേപോലെ ആയി അങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മൾ മാഗിയും പോയി ഉരുളക്കിഴങ്ങും പോയി എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ ആ ഒരു മാവ് നല്ലപോലെ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കേട്ടോ. അതാ ഞാൻ നേരത്തെ തന്നെ നിങ്ങളത് കുഴച്ചെടുക്കുമ്പോൾ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. അതാകുമ്പം ഇതുപോലെ കുറച്ച് പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യുക. നമ്മൾ ആ ഒരു 2 ഉരുളക്കിഴങ്ങിന് 3 ടീസ്പൂൺ കോൺഫ്ലവർ വേണം. നല്ല പോലെ കുഴച്ചെടുക്കുക. ഇതേപോലെ രണ്ടാമത്തെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കുക. ഇതില്ലേ ഫസ്റ്റത്തെ ഫ്ലോപ്പായി പോയെങ്കിലും രണ്ടാമത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്ത് നല്ല ടേസ്റ്റാണ്. ഇവിടെ പിന്നെ തികഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നല്ല പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ഇതും അതുപോലെ കിട്ടുമായിരിക്കുന്നു. പക്ഷേ അത് ഫ്ലോപ്പ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ അതേപോലെ തന്നെ കുറച്ച് ഉഷാറൊക്കെ കുറഞ്ഞിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ഒന്നും വേസ്റ്റ് ആക്കിയിട്ട് കളഞ്ഞില്ല കേട്ടോ. സൈഡൊക്കെ കട്ട് ചെയ്തത് പിന്നതും പിന്നെയും ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് കുഞ്ഞി ബോൾസ് പോലും ഇതേപോലെ ബോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇനി നമുക്ക് ആ ഒരു ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഓയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുക. അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുക. വെറുതെ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് 2 ദിവസമൊക്കെ കേടുകൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡബ്ബയിലിട്ട് വെച്ചാൽ മതി. നല്ല കറുമുറ കഴിക്കുക കേട്ടോ. എന്തായാലും ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ ആ ഒരു സൗണ്ടില്ലേ അത് കേൾപ്പിച്ച് തരാം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു സൗണ്ടിലാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ആ ഒരു ചുവന്ന കളറായി വരണം. കരിയാനും പാടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കരിഞ്ഞാൽ കരിഞ്ഞ കറുമുറയാവും, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറുമുറയാവും കേട്ടോ. എന്തായാലും രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം കളറൊക്കെ മാറി വന്നാൽ നമുക്കിങ്ങനെ ആ ഒരു കിളിങ്ങെന്ന് വെച്ചേക്കൂലേ, അപ്പോൾ നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇനിയിപ്പോൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ കുട്ടിക്ക് സ്നാക്സായിട്ട് കൊടുത്തുവിടാനുണ്ടാക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വിശൽ എൻ്റർടൈൻമെൻറ്റ്.